നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ള എൽ കോണ്ടെ എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ ദിവസം കാണാൻ പറ്റി. ചിലിയൻ മൂവിയാണ്. ഈ സിനിമയെ കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ ഇപ്പൊ റീസെന്റ് നടന്ന 80th വെനീസ് ഫിലിം ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ വിഭാഗത്തിൽ അവാർഡ് നേടിയ ഒരു മൂവിയാണ്. ആൻഡ് ഇപ്പൊ വരാൻ പോകുന്ന ഓസ്കാറിൽ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ആ ഒരു കാറ്റഗറിയിൽ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയുടെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടു നോക്കിയപ്പോൾ മെയിൻ ആയിട്ട് ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ച കാര്യം ഇതിന്റെ ആ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കളറാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലാണ് പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സണെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മൂവി. പ്രത്യേകിച്ച് ചിലി ഭരിച്ചിരുന്ന ഒരു ഏകാധിപതിയായിട്ടുള്ള അഗസ്റ്റോ പിനോഷെറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മൊത്തത്തിലുള്ള ഒരു പോർട്രേ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഒരു ക്യാരക്ടറിനെ ഒരു വാമ്പയർ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഏതാണ്ട് 250ഓളം വർഷത്തോളം ജീവിച്ച് അവസാനം ജീവിതം മടുത്തുപോയി എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നിരിക്കുന്ന ഒരു വാമ്പയർ ആയിട്ടുള്ള അഗസ്റ്റോ പിനോഷെറ്റിന്റെ ഒരു ക്യാരക്ടറിലൂടെയാണ് പടം മുന്നോട്ട് പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. എങ്ങനെ ഒരു വാമ്പയറിന് ഇത്രയും വർഷത്തോളം ജീവിക്കാനും സാധിച്ചു, മറ്റുള്ള ആൾക്കാരെ കൊന്ന് ആ ഒരു ബ്ലഡ് കഴിച്ച്, ഈവൻ ആളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മെയിൻലി ഓരോരോ ആളുകളെ കൊന്നിട്ട് അവരുടെ ഹാർട്ടുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ആൾക്കുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് മടുപ്പ് തോന്നുന്നത് എന്നുള്ളത്. ആൻഡ് ഒരു മൊമെന്റിൽ ആൾക്ക് തന്നെ ലൈഫ് മടുത്തു പോകുന്ന കാര്യം അത് എന്തുകൊണ്ടാണെന്ന് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് പിന്നീടുള്ള പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആൻഡ് ഒരു പ്ലോട്ട്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ നരേഷൻ ആൻഡ് സിനിമാറ്റോഗ്രഫി ആൻഡ് ഇതിന്റെ മ്യൂസിക്, ഇത് മൂന്നുമാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള സോൾ. പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രഫി, എഡ്വേർഡ് ലാഷ്മാൻ ആണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. പാബ്ലോ ലറൈൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഈ മൂവിയുടെ മൊത്തം ആ ഒരു എക്സിക്യൂഷനിൽ ഏറ്റവും കൂടുതൽ ഒരു 90% നമ്മൾ എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രഫിയാണ്. പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു മോഡിലാണ് പടം പോകുന്നതെങ്കിലും പല സീനുകളിലും പ്രത്യേകിച്ച് ഒരു വയലൻസ്, ഈവൻ ഒരു ഹാർട്ടൊക്കെ ഇങ്ങനെ പുറത്തെടുക്കുന്ന ചില സീനുകളുണ്ട്. ആ സീനിലൊക്കെ ഈ ഒരു കളറിങ് എത്രത്തോളം സ്യൂട്ടബിൾ ആയിട്ട് ഈ സിനിമയുടെ ഒരു ഫീലിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഒരു ഹാർട്ടൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് പിടിക്കുന്ന സീനിലൊക്കെ ശരിക്കും ആ ഒരു സിനിമയുടെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു സീനിന്റെ ഇന്റൻസിറ്റി പ്ലസ് ആ മ്യൂസിക് കൂടി ആയപ്പോൾ ടോപ്പ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ പറയേണ്ടത് ഈ സിനിമയുടെ മ്യൂസിക് ആയിരുന്നു. കാരണം മ്യൂസിക് ഒരു സെല്ലോ മ്യൂസിക് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സിനിമയുടെ ഏതാണ്ട് ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ ഒരു പകുതിയോളം എത്തിയപ്പോൾ തന്നെ ഒരു പെർട്ടിക്കുലർ സീനിൽ നല്ല പീക്ക് ലെവൽ ആ ഒരു സെല്ലോ ഒരു മ്യൂസിക് ഇങ്ങനെ പോകുന്ന ഒരു സീനുണ്ട്. ആൻഡ് അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീല് തന്നെയായിരുന്നു ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഏതാണ്ട് ഒരു ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽ പെടുന്ന ഈ പടം അങ്ങനെയുള്ള ജനർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടുനോക്കേണ്ട ഒരു സിനിമയാണ്. ആൻഡ് ഈവൻ നിങ്ങളൊരു സിനിമ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റഡീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫിയെ കുറിച്ചിട്ടും ഒക്കെ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു സിനിമയിൽ ഇങ്ങനെ പോകും തോറും ഒരു ബ്രിട്ടീഷ് വുമൺ ഇങ്ങനെ നരേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു അഗസ്റ്റോ പിനോഷെറ്റിന്റെ ഫ്രഞ്ച് റവല്യൂഷൻ സമയം തൊട്ടുള്ള ലൈഫിനെ കുറിച്ചിട്ട്. ആ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ സമയത്തുള്ള ഒരു യുദ്ധത്തിൽ വെച്ചിട്ട് ഒരു വാമ്പയറിന്റെ കടി കിട്ടി പിന്നീട് എങ്ങനെയാണ് ആളുടെ ഒരു ലൈഫ് ഇങ്ങനെ പോയി ഈ ഒരു ഭരണാധികാരി എത്തുന്നത് വരെ കുറെ അട്ടിമറികൾ അതൊക്കെ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പടം പോകുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് വെച്ചാൽ കുറെ സബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് ഷോർട്സ് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അഗസ്റ്റോ പിനോഷന്റെ മക്കൾ ഈ അച്ഛൻ മരിക്കുന്ന ടൈം ആകുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു സ്വത്ത് വിവരങ്ങൾ എടുക്കാൻ വരുന്ന ഒരു അക്കൗണ്ടന്റ് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സീൻ ഉണ്ട്. അപ്പൊ ഓരോരോ മക്കളോടായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അച്ഛന്റെ ക്രമക്കേടുകളെ കുറിച്ചിട്ടും അച്ഛൻ ഇങ്ങനെ ആ ഭരണാധികാരി ഇരുന്നപ്പോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഒരു മക്കളുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഒരു സബ്ജക്റ്റീവ് ഷോട്ട് അങ്ങനെ വെച്ചിട്ട് അവർ പറയുന്ന പല കാര്യങ്ങളും ഒരു ഹ്യൂമൻ മൈൻഡ് എത്രത്തോളം ക്രൂക്കഡ് ആണെന്ന് കാണിക്കുന്ന പല സീനുകളുണ്ട്. അത് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ആണ്. കാരണം വളരെ സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ വേണ്ട സ്ഥലത്ത് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ചില ഷോട്ടുകളും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഒക്കെ വളരെ നൈസ് ആയിരുന്നു. ഇനി ഇതുകൊണ്ടൊക്കെ തന്നെ ഈ സിനിമയുടെ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആകെ കൂടി ഒരു ഇഷ്യൂ തോന്നിയത് ഈ ഒരു സിനിമയിൽ ആ ഒരു സ്റ്റോറി പോകും തോറും ഇടയ്ക്ക് ഒരു ലാഗ് കയറി വന്നിരുന്നു. കാരണം ആ സ്റ്റോറിയിൽ നിന്ന് ഇത്തിരി വിട്ടുപോകുന്ന അല്ലെങ്കിൽ ഇത്തിരി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ കയറി വന്നിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പടം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈവൻ ഇനി വരാൻ പോകുന്ന ഒരുപാട് ആളുകൾക്ക് ഈ സിനിമ ഒരു റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിലുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇങ്ങനെ ഒരു ബ്ലാക്ക് കോമഡി വിഭാഗത്തിലൂടെ ഈ പടം അല്ലെങ്കിൽ ഈ ഒരു സിനിമാറ്റോഗ്രഫിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് റെഫറൻസുകൾ നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എന്തായാലും ഒരുപാട് എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ പല സിനിമകളും കാണുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു റെവലേഷൻ കിട്ടുക. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഈ പടത്തെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ